നമ്മൾ ഇപ്പം നിൽക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടുള്ള പാണ്ഡവദൂത പെരുമാൾ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. കാഞ്ചീപുരത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നക്ഷത്ര സീരീസിൽ രോഹിണി നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണിത്. രോഹിണി നക്ഷത്രക്കാർ വന്നിരിക്കേണ്ട അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഭഗവാന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 24 അടിക്ക് മുകളിൽ പൊക്കമുള്ളൊരു വലിയൊരു വിഗ്രഹമാണ്. നമുക്കവിടെ ചെന്ന് നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. നമ്മൾ മുകളിലോട്ട് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ചെല്ലുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രപാലകൻ്റെ വിഗ്രഹം കണ്ടിട്ടില്ലയോ? എത്ര വലിയ വിഗ്രഹമാണ്. അപ്പോൾ അതുപോലെ ഒരു വലിയ വിഗ്രഹമാണിത്. ഈ പാണ്ഡവദൂത പെരുമാൾ എന്ന് പറഞ്ഞ് ആ പേര് വരാൻ കാരണം, വനവാസം കഴിഞ്ഞ് പാണ്ഡവർ കൗരവരുടെ അടുത്തേക്ക് ഭഗവാനെ ഒരു ദൂതനായിട്ട് പറഞ്ഞു വിടും. കാരണം പേർക്കുമായിട്ട് 5 വീടും കാര്യങ്ങളും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു വിടും ഭഗവാനെ. ദുര്യോധനൻ അത് സമ്മതിക്കാതെ കുറച്ച് വിഷയങ്ങളുണ്ടാവും, അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ദുര്യോധനൻ വിടുന്ന സൈനികരെയെല്ലാം ഭഗവാൻ കൊന്നുകളയും. ആ സമയത്ത് ഭഗവാൻ ഒരു രൂപം കാണിക്കുകയും ചെയ്യും. ആ സമയത്താണ് ദുര്യോധനൻ തിരിച്ചറിയുന്നത് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനല്ല, ദൂതൻ മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾവാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആൾവാർമാർ ഈ ഭഗവാനെ പാടി സ്തുതിച്ചിട്ടുണ്ട്. അതുപോലെ 108 വിഷ്ണു തിരുപ്പതികളിൽ, ഭൂമിയിൽ 106 എണ്ണമേ ഉള്ളൂ. ഒന്ന് ദേവയാനവും പിന്നെ വൈകുണ്ഠവുമാണ്. അങ്ങനെ 108 വിഷ്ണു തിരുപ്പതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവും കൂടിയാണ്. ഭഗവാൻ ഇരിക്കുന്ന ഒരു കാല് താഴേക്കും ഒരു കാലെടുത്ത് വെച്ച് അഭയവരതകളോട് കൂടിയിട്ടുള്ള ഒരു രൂപമാണ്. വന്ന് കാണുക, ഒരു പ്രത്യേക രസമാണ്. അതിഭീമമായിട്ടുള്ള ഒരു വലിയ, എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയത്തില്ല, അതുപോലെ വലിയൊരു മുഖവും വലിയൊരു ശരീരവും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു 10-24 അടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ നിന്ന് നോക്കണ്ട അത്ര ഭീകരമായിട്ടുള്ള വലിയ ഭീമമായിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഭഗവാനാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ രുക്മിണി സത്യഭാമമാരെ ഒരു പഞ്ചലോക വിഗ്രഹത്തിൽ ഉണ്ട്. രോഹിണി നക്ഷത്രക്കാർ ഒട്ടും സമയം കളയണ്ട, കാഞ്ചീപുരത്തേക്ക് പോന്നോളുക. ഇവിടെ ഏകാംബരേശ്വര സ്വാമിയുണ്ട്, അതുപോലെ തന്നെ കാഞ്ചി കാമാക്ഷിയുണ്ട്, അതേപോലെ തന്നെ പാണ്ഡവദൂത പെരുമാളുണ്ട്, അതുപോലെ തന്നെ വരദരാജസ്വാമിയുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്രഭൂമിയാണ് കാഞ്ചീപുരം. എല്ലാവിധ ഐശ്വര്യവും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ക്ഷേത്രമാണ്. എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.